നമസ്തേ. ഈ കലിയുഗത്തിൽ നന്മ ചെയ്യാനായി ജന്മമെടുത്തവർ ധാരാളം ആയിട്ടുണ്ട്. ഇവരുടെ ചിന്ത ഇന്ന് ആരൊക്കെ സഹായിക്കാൻ കഴിയും എന്നാണ്. 24 മണിക്കൂറും സേവനത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ അത്തരത്തിൽപ്പെട്ട ആളുകളിലൂടെയാണ് ഇന്ന് നന്മ ഒഴുകുന്നത്. വേരും തണ്ടും ഇലയും തോലും എന്നുവേണ്ട എല്ലാ ഭാഗവും വിലപ്പെട്ട ഔഷധമായി ഉപയോഗിക്കാവുന്ന ഒരമൂല്യ വൃക്ഷം എങ്ങനെയോ അതുപോലെയാണ് ഔദാര്യശാലിയും ഗുണവാനുമായ ഒരാൾക്കുണ്ടാകുന്ന സമ്പത്ത് അതിൻ്റെ അങ്ങേയറ്റത്തെ ചില്ലിക്കാശ് വരെ മറ്റുള്ളവരുടെ ആപത്തിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കും. ലോകജ്ഞാനമുള്ള നല്ലവരായ ഉദാരമതികൾ സാമ്പത്തികമായി ക്ഷീണിച്ചുപോയ അവസ്ഥയിലും മറ്റു പലതും ചിലപ്പോൾ വേണ്ടെന്ന് വെച്ചേക്കാം. എന്നാലും അന്യർക്ക് സഹായം ചെയ്യുക എന്ന മഹത്തായ ഉദ്യോഗം അതൊരിക്കലും അവർ കൈവിടുകയില്ല. സജ്ജനങ്ങളെ സഹായിക്കുക എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നതാണ്. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം അവർ നഷ്ടമായി കണക്കാക്കുകയേയില്ല. രാവിലെ ഉറക്കമുണർന്നാൽ ഇന്ന് ആരെയൊക്കെ സഹായിക്കണമെന്ന് മാത്രം ചിന്തിക്കുന്ന ഒരു സുഹൃത്തുണ്ടായിരുന്നു. എഴുന്നേറ്റാൽ ഉടനെ ആ കിടക്കപ്പായിൽ ഇരുന്നു കൊണ്ട് മനസ്സിനെ ഇങ്ങനെ മേയാൻ വിടും. ആരെയൊക്കെ എവിടെയൊക്കെയാണ് സഹായത്തിന് കാത്തിരിക്കുന്നത് എന്നറിയാൻ ഇത്തരം ആളുകൾക്ക് ഒരു ദിവസം ആരെങ്കിലും സഹായിച്ചില്ലെങ്കിൽ അന്ന് ഉറക്കം കിട്ടുകയില്ല അവർക്ക്. അദ്ദേഹത്തിൻ്റെ വീട്ടുകാര്യത്തിൽ മുടക്കമൊന്നും വരുത്താറില്ല. എങ്കിലും മറ്റുള്ളവർക്ക് സേവനം ചെയ്യുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ സദാസമയത്തും ഉള്ളൂ. അതുപോലെ അടുത്ത വീട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ എല്ലാ കാര്യവും ഇയാൾ ഏറ്റെടുക്കും. അതുപോലെ ഒരു കല്യാണം ഉണ്ടായാൽ അവിടെ എല്ലാറ്റിലും ഇദ്ദേഹത്തിൻ്റെ കൈയുണ്ടാവും. ഭാര്യയ്ക്ക് എപ്പോഴും പരാതിയാണ്, സഹായമൊക്കെ നല്ലത് തന്നെ, ഇത് കുറച്ച് കൂടുതലാണ്, ഒന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതെന്നും പറയും ആ കുറ്റപ്പെടുത്തൽ. അങ്ങനെ ഭാര്യ, വീട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം ചേർന്ന് അദ്ദേഹത്തെ ഗൾഫിലൊരു ജോലി ശരിയാക്കി അവിടേക്ക് അയച്ചു. അവിടെയും സേവനത്തിനൊരു കുറവുമില്ല. അവിടെ വെച്ച് ഒരാക്സിഡൻ്റ് ഉണ്ടായി. സാമാന്യം തരക്കേടില്ലാത്ത ഒരു ആക്സിഡൻറ്റ് തന്നെ ഉണ്ടായത്. 48 ലക്ഷം രൂപ അവിടെ ചികിത്സക്കായി ആവശ്യമായി വന്നു. ആകെ വിഷമത്തിലായി. നാട്ടിലാണെങ്കിൽ വീട് പണി പാതിയായി നിൽക്കുകയുമാണ്. കയ്യിലാണെങ്കിൽ ഇപ്പോൾ ഒന്നും ഇല്ല. എന്നാൽ 48 ലക്ഷം രൂപ സുഹൃത്തുക്കൾ സംഭരിച്ചു കൊടുത്തു. അദ്ദേഹം അവിടെ നിന്ന് രോഗം മാറി നാട്ടിലേക്ക് തിരിച്ചു പോയി. എല്ലാവരും ആവശ്യപ്പെട്ടു നാട്ടിലേക്ക് തിരിച്ചു പോയാൽ. അദ്ദേഹം നാട്ടിലെത്തിയപ്പോൾ പണി തീരാതിരുന്ന വീട് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് പണി തീർത്തു കൊടുത്തിരിക്കുന്നു. ഞാൻ ചെയ്തതിൻ്റെ കൂലി പടച്ചോൻ എനിക്ക് തന്നതാണ് എന്ന് കരുതി ഈ സുഹൃത്തുക്കളെ
ഫോൺ ചെയ്തപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്നറിയോ? ആ സുഹൃത്തുക്കളോട് പറയുക, നന്ദി പറയാനായിട്ടാണെങ്കിൽ ഞങ്ങളെ വിളിക്കരുത്. കണ്ടോ, നന്ദി പറയാൻ ഞങ്ങളെ വിളിക്കണ്ട എന്നാണ് അവർ പറഞ്ഞത്. തന്നിൽ കുളിർമഴ പെയ്ത് ആശ്വാസമരുളുന്ന വർഷമേഘങ്ങൾക്ക് വേണ്ടി ഈ ഭൂമി യാതൊരു പ്രത്യുപകാരവും ചെയ്യുന്നില്ലല്ലോ. ആ മേഘങ്ങൾ ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും പ്രതിഫലം പ്രതീക്ഷിച്ചിട്ടല്ല അങ്ങനെ ചെയ്യുന്നത്. അത് തങ്ങളുടെ കടമ മാത്രമാണെന്നേ മേഘങ്ങൾ കരുതുള്ളൂ. കടമ ചെയ്യുന്നതിന് ആരും പ്രതിഫലം പ്രതീക്ഷിക്കുകയുമില്ലല്ലോ. ആ മേഘങ്ങളെ പോലെയാണ് സജ്ജനങ്ങളും. അന്യരുടെ ദുഃഖം കണ്ടറിഞ്ഞ് അവർ അങ്ങോട്ട് ഉപകരിക്കുന്നു എന്ന് മാത്രം. ഇങ്ങോട്ട് വല്ലതും ലഭിക്കും എന്ന് കരുതിയിട്ടല്ല, ഇത് ഞങ്ങളുടെ കടമയാണ് എന്നോർത്തിട്ടാണ് അവർ അങ്ങനെ ചെയ്യുന്നത് എന്ന് മാത്രം. സജ്ജനങ്ങൾ ഒരിക്കലും ഉപകാരം എന്ന നിലയ്ക്കല്ല, തങ്ങളുടെ കടമ എന്ന നിലയ്ക്കാണ് അന്യദുഃഖം അറിഞ്ഞ് വേണ്ടത് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം മറന്ന് സേവന സന്നദ്ധരായ കുറേ ആളുകൾ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇന്നും നിലനിൽക്കുന്നത് തന്നെ. അങ്ങനെയല്ലേ എന്ന് വെറുതെ ഒന്നാലോചിക്കുക.